നമുക്ക് കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് നല്ലളത്ത് 110 kV ലൈൻ ടവർ ചരിഞ്ഞു എന്നൊരു വാർത്തയുണ്ട്. ലൈൻ നിലംപൊത്താതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലുമാണ് വെള്ളക്കെട്ടിൽ സ്ഥാപിച്ച ടവർ ചരിഞ്ഞത്. സിനോജുണ്ട് സ്ഥലത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ അതുവഴിയുള്ള ആ ലൈൻ വഴിയുള്ള വൈദ്യുതി മുഴുവൻ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണോ? ടവർ വല്ലാതെ ചരിഞ്ഞിരിക്കുകയാണല്ലോ. വലിയ അപകടമാണ് ഉണ്ടാകുമായിരുന്നത് അല്ലേ? അതെ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഞാൻ ആ സ്ഥലത്താണുള്ളത്. അതായത് ഈ നല്ലളം സബ്സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിലൂടെ പോകുന്ന 110 kV ലൈൻ്റെ ടവറാണ് ചെരിഞ്ഞത്. ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ടവർ വലതുവശത്തേക്ക് ചെരിഞ്ഞു പോയിരിക്കുന്നത്. അതിൻ്റെ ചുവട് ആ വെള്ളത്തിലേക്ക് അമർന്ന് ഒരു വശത്തേക്ക് ചെരിയുകയാണ് ചെയ്തത്. പക്ഷേ വെള്ളക്കെട്ടിലേക്ക് പൂർണ്ണമായും മറിഞ്ഞു വീണിട്ടില്ല. ആ സമയത്ത് തന്നെ ഇതിൻ്റെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു. ഇത് നല്ലളത്ത് നിന്ന് ചേവാർ സബ്സ്റ്റേഷനിലേക്ക് പോകുന്ന 110 kV ടവറാണ്. ഇവിടെ KCB ജീവനക്കാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എത്തി അടിയന്തരമായി ഒരു സ്റ്റേ വയർ കൊണ്ട് ഈ ടവർ കെട്ടി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കാറ്റും മഴയും വന്നാൽ ഈ ടവർ നിലംപൊത്താനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് തന്നെ മറ്റും 110 kV ഒക്കെ തന്നെ സർവീസ് ലൈനുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഹൈ ടെൻഷൻ ലൈനുകൾ പോകുന്നുണ്ട്. ഏതായാലും KCB ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുള്ള ലൈനാണ്? 60 എനിക്ക് തന്നെ 52 വയസ്സായി. ഇന്നലെ വീണ സമയത്ത് ചെറിയ സമയത്ത് എന്തെങ്കിലും പൊട്ടലോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നു? 2 ഭാഗത്തുനിന്ന് പൊട്ടിയിരുന്നു. ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് പൊട്ടിയിരുന്നു, പിന്നെ ഇപ്പുറത്തും പൊട്ടി, 2 ഭാഗത്തുനിന്ന് പൊട്ടിയിരുന്നു. പിന്നെ ചെറിയ ചെറിയ ലൈനുകളുണ്ട്, അതിലൊക്കെ സ്പാർക്കിംഗ് ഉണ്ട്. വിളിച്ചറിയിച്ച് ഒരു 10-15 കൊണ്ട് തന്നെ സബ് എഞ്ചിനീയറും കുറേ ആളുകളും വന്നു. അരുൺകുമാർ, ജനവാസ മേഖലയാണ്, ഫാക്ടറി ഉണ്ട്, സ്റ്റീൽ ഫാക്ടറികളുണ്ട്, വീടുകളുണ്ട്. നല്ലളം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ മേഖലയാണ്. ഒപ്പം തന്നെ വീടുകളുണ്ട്. ലൈനുകളും പോകുന്നുണ്ട്. അതിനിടയിലുള്ള ഒരു ലൈനാണ്. അപകടം വലിയ അപകടമാണ്. പക്ഷെ അത് ഒഴിവായി കിട്ടി. എന്തായാലും ഇപ്പോൾ സ്റ്റേ വയറിൽ നിൽക്കുകയാണ് വലിയ ടവർ അല്ലേ? അതെ അരുൺകുമാർ, സ്റ്റേ വരെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ KCB ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടികൾ ചെയ്യാൻ വേണ്ടി. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് നിർത്തുന്നത്? ഞങ്ങളിപ്പോൾ സ്റ്റേ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടവർ ഇറക്ഷൻ ചെയ്യും. ടവർ ഇറക്ഷൻ ചെയ്തിട്ട് അപ്പുറത്തെ ടവറും ഈ ടവർ ഇറക്ഷൻ ചെയ്യും. അതിന് നമ്മൾ ലൈന് അയച്ചു മാറ്റി കൊടുക്കും. അരുൺകുമാർ, അതായത് ഒരു 10-60 വർഷം പഴക്കമുള്ള ടവറാണ്. അത് മാറ്റി സ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ തുടങ്ങിയിരുന്നു. നമുക്ക് കാണാം, കോൺക്രീറ്റ് ബീമുകൾ അവിടെ നാട്ടിയിട്ടുണ്ട് പുതിയ ടവർ സ്ഥാപിക്കാൻ വേണ്ടി. വേഗത്തിൽ തന്നെ സ്ഥാപിച്ച് ലൈൻ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കട്ടെ. സ്റ്റേ വെയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹൈ ടെൻഷൻ കേബിളാണ്. അത് ആ വെള്ളക്കെട്ടിലെങ്ങാനും വീണാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. 110 kV പോകുന്ന ലൈനാണ്. മൊത്തം കൂടി അത് വീണിരുന്നെങ്കിൽ അവസ്ഥ ഭയാനകമാകുമായിരുന്നു. എന്തായാലും തലനാരിഴയ്ക്ക് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം.